വെറും 9,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തുള്ള നിസാന്റെ മാഗ്നറ്റിന്റെ ബേസ് മോഡലായിട്ടുള്ള ഒരു വാഹനം എക്സി എന്ന വേരിയന്റാണ്. എക്സി എന്ന വേരിയന്റ് ബേസ് ആണെങ്കിൽ സാധാരണ ഇതിൽ 4 ഡോർ പവറിന്റെ ഒന്നും വരില്ല, പക്ഷേ ഇതിനകത്ത് 4 ഡോർ പവറിന്റെ വന്നിട്ടുണ്ട്, ഡുവൽ എയർ ബാഗ് വന്നിട്ടുണ്ട്. അങ്ങനെ ബേസിക്കലി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. വെറും 9,000 കിലോമീറ്റർ മാത്രം ഈ ഒരു വാഹനം റൺ ചെയ്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ്. പക്ഷേ നിസാൻ ഈ ഒരു വാഹനത്തിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഇതിനകത്ത് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എക്സി എന്ന വേരിയന്റിനകത്ത് ഏറ്റവും മോശമാക്കിയിട്ട് വരും ഇതിന്റെ സീറ്റിന്റെ പൊസിഷൻ ഏറ്റവും താഴെയാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ കുറച്ച് പൊങ്ങി നിൽക്കേണ്ട സീറ്റ് ഇത് കുറച്ച് താഴെ, ഏറ്റവും താഴെ നമുക്ക് ആൾട്ടോ 8 ഇരുന്ന് യാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് ഈ ഒരു കോമ്പാക്ട് എസ് യു സെഗ്മെന്റ് വാഹനത്തിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. കാരണം നിങ്ങൾക്ക് ആ ബോണറ്റ് പോലും കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. എക്സി മാഗ്നറ്റ് ആരെങ്കിലും യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സെയിം പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ഇതിലൊരു സൊല്യൂഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു സീറ്റിന്റെ പൊസിഷൻ കുറച്ച് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ മുമ്പത്തെ ഒരു കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. അതിന് ഒരു റീൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റിലേക്ക് പോകും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു വ്യൂ കിട്ടും. അപ്പോൾ ആ രീതിയിലേക്ക് ചെറിയൊരു അപ്ഡേഷൻ ഇതിനകത്ത് വരുത്തേണ്ടി വരും. എക്സി എന്ന പേരിൽ വളരെ ലോ കിലോമീറ്റർ ഓടിയുള്ള നിസാൻ മാഗ്നറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. 9,000 എന്ന് പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനമാണത്. ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു ഗ്രില്ലിന്റെ പൊസിഷനൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു റെഡ് കളർ തീമും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള KL64 ചാലക്കുടി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. ഒരു കോമ്പാക്ട് എസ് യു സെഗ്മെന്റ് അത്യാവശ്യം നല്ലൊരു ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉള്ള വാഹനം തന്നെ പറയാൻ പറ്റിയുള്ള വാഹനം തന്നെ മാഗ്നറ്റ് എന്ന നിസാന്റെ ഈ പ്രൊഡക്റ്റ്. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 20,000 കിലോമീറ്റർ കൂടി ഓടാനുള്ള ടയർ കണ്ടീഷൻ ബാലൻസ് നിൽക്കുന്നു. വേറെ ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ബേസിക് ഫീച്ചേഴ്സ് ആണ് എക്സി എന്നുള്ള ഈ ഒരു വേരിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. ബാക്ക് പ്രൊഫൈലിലേക്ക് കിടക്കുകയാണെങ്കിൽ ബാക്ക് വൈപ്പറും ഡിഫോഗറും എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈവൻ അഡീഷണലി ക്യാമറ ഫിറ്റ് ചെയ്ത് ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാ ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടാണ് കമ്പനി ഈ ഒരു വാഹനം നിരത്തിൽ ഇറക്കിയിട്ടുള്ളത്. ഈവൻ ബേസ് മോഡൽ ആണെങ്കിൽ പോലും ഈ ഒരു വാഹനം സ്വന്തമാക്കാം 5,90,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി 2023 മോഡൽ നിൽക്കുന്ന വാഹനം കൂടിയാണ്. പെട്രോൾ എഞ്ചിൽ 1000 cc നിൽക്കുന്ന ഒരു വാഹനം. ഓൾമോസ്റ്റ് 5,60 അല്ലെങ്കിൽ 5,75 ഒക്കെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ്. ഇനി ഒരു മാരുതിയുടെ ഒരു കോമ്പാക്ട് എസ് യു സെഗ്മെന്റ് വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. KL63 നമ്മുടെ അങ്കമാലി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. മാരുതി എസ്ക്രോസിന്റെ ഈ ഒരു ഗ്രില്ല് എന്നെ വളരെയധികം അട്രാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വാഹനം നിരത്തിൽ ഇറങ്ങിയ സമയത്ത്. കാരണം വെച്ചാൽ ഇതിന്റെ ഒരു ഫ്രണ്ട് ഫസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന എസ്ക്രോസ് ഭയങ്കര വ്യത്യസ്തമായി ഫേസ് ലിഫ്റ്റോട് കൂടി ഭയങ്കര ടോട്ടലി ചേഞ്ച് ആയതിനു ശേഷം സെക്കൻഡ് വാഹനം വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഗ്രില്ലിൽ ഒരു പ്രീമിയം വാഹനങ്ങൾ കണ്ടുവരുന്ന ഒരു ഡിസൈൻ പാറ്റേൺ കൊടുത്തോടുകൂടി നമ്മൾ ഈ മൈൻഡിലേക്ക് പെട്ടെന്ന് ഈ ഒരു വാഹനം ക്യാച്ച് ചെയ്യപ്പെട്ടു എന്നാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 2020 മോഡലിൽ നിൽക്കുന്ന മാരുതിയുടെ എസ്ക്രോസ്, അത് പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനമാണത്. സിംഗിൾ ഓണർഷിപ്പിൽ അൽഫ എന്ന ടോപ്പിന്റെ വരുന്നത്. അൽഫ എന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നത് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇതിന്റെ താഴെ സീറ്റ, അതിന്റെ താഴെ ഡെൽറ്റ, സിഗ്മ എന്നുള്ള 4 വേരിയൻസ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അൽഫ ആയതുകൊണ്ട് ഇതിനകത്ത് എക്സ്ട്രാ ആക്സറീസ് കാര്യങ്ങളൊന്നും ഒരു കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട കാര്യമില്ല. 1.4 ലിറ്റർ നിൽക്കുന്ന പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നുള്ളത്. പ്രൊജക്ട് ഹെഡ് ലാമ്പ്, ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, ഓട്ടോക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ക്രൂസ് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന പെട്രോൾ ഏകദേശം ഒരു 14-15 വരെ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന നല്ല യാത്രാ കംഫർട്ടുള്ള നല്ല ഇന്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനം തന്നെയാണ് മാരുതിയുടെ എസ്ക്രോസ് എന്ന വാഹനം. എസ്പെഷ്യലി നെക്സ ബ്ലൂ കളറും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു റോഡ് പ്രസൻസും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു യൂണീക്നെസ്സും ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 7,55,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി 2020 മോഡൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. ഓൾമോസ്റ്റ് 7 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ 2 വാഹനവും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. 2 കോമ്പാക്ട് എസ് യു സെഗ്മെന്റിൽ നിൽക്കുന്ന, ഒന്ന് മാരുതിയുടെ ഒരു വാഹനം, ഒന്ന് നിസാന്റെ മാഗ്നറ്റ് എന്ന വാഹനം. വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് മറ്റും ബുക്കിംഗ് ആവശ്യമുള്ള കോൺടാക്റ്റുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി മാക്സിമം ഷെയർ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.